ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മുടെ മാളുവിൻ്റെയും ചക്കരയുടെയും ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഇത് ആദ്യം തന്നെ കാണണം. പശു വളർത്തുന്ന എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ. ഇവരെ നമുക്കൊന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാം. ആദ്യം തന്നെ ഈ മരുന്നൊഴിച്ച് കുളിപ്പിക്കണം. ഈച്ചയ്ക്കും കൊതുകിനും അതിന് പിടിക്കുന്ന എന്ത് രോഗത്തിനും, അല്ലെങ്കിൽ അതിൻ്റെ വാലിലെല്ലാം നമ്മൾ വെട്ടി ഒതുക്കിയില്ലെങ്കിൽ പേൻ പുഴുക്കും. പേനും ഒട്ടപ്പേനും ഒക്കെ പിടിക്കുന്ന ചെള്ള്. അതുകൊണ്ട് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കണ്ട ഈ ഒരടപ്പ്, ഇത് പോയിസണാണ്. കുഞ്ഞുങ്ങളുള്ളിടത്ത് അകത്ത് സൂക്ഷിക്കരുത്. തൊഴുത്തിലിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒളിച്ചു വേണം സൂക്ഷിക്കുക. കണ്ടേ, ഇത്രയും ഒരടപ്പ് തന്നെ ഒഴിക്കേണ്ട, അല്പം. ഇത് കഴിക്കുമ്പോൾ പാല് പോലെ ആവും. ഈ പാല് മരുന്ന് പശുവിനെയൊക്കെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുക, നമ്മുടെ ചക്കരയും മാളുവിനെയൊക്കെ. എന്നിട്ടിത് അതിങ്ങനെ പിറത്ത് കുടഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഒരു സ്മെല്ലാണിത്. അവർക്കതൊരു ഇറിറ്റേഷനാണ്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വേണ്ട ഈ വാലി മുക്കണം. എൻ്റെ വീക്കളെയൊക്കെ വാലി മുക്കണം. അപ്പം പേൻ പിടിക്കില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഭയങ്കര പേനായിരുന്നു. പേനും ചെള്ളും പിടിച്ച്. അതിന് ശേഷം ഇത് നമ്മൾ കുളിപ്പിച്ചതിന് ശേഷം ആഴ്ച 2 പ്രാവശ്യം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി അവളെ മാളുവിനെ ഒന്ന് കുടഞ്ഞാൽ അപ്പോൾ ഈ കുട്ടി എന്താ അവസാനത്തെ കുഞ്ഞൂഞ്ഞിന് ഇച്ചിരി വാടൊക്കെ ഉള്ളു. കുഞ്ഞിൻ്റെ ഒന്ന് വെട്ടാറായാലണ്ടേ നല്ല കുഞ്ഞ മുടിയാ ഉണ്ടാ, നല്ല ഉണ്ട മുടിയായിട്ട് ഇപ്പം ഇങ്ങനെ കിടക്കും. ഇച്ചിരി കഴിയുമ്പോഴേ പേനൊക്കെ പുഴുകുന്നു. അപ്പം അതുകൊണ്ട് അതിന് ഇപ്പോഴേ വെട്ടാറൊന്നും ആയില്ല. ഒരു പ്രസവം കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി. അവൾ ഒറ്റയ്ക്കായി നിന്ന് തിന്നുക, മറ്റവരെല്ലാം പുറത്താക്കി. നമുക്ക് ചക്കയൊക്കെ കൊടുത്തതിന് ശേഷം അവരെ ബ്യൂട്ടീഷ്യൻ ചെയ്ത് കാണിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം വെടയാട്ടോ. അതെ, ആ മാളുവിന് വിഷയമല്ല. അവൾക്ക് വിഷയമല്ല കേട്ടോ. നല്ല സുന്ദരിയാക്കാൻ പോയിട്ടേ. കണ്ടോ, പ്രസവിച്ച പശുക്കൾക്ക് മാത്രമേ ഇത് ചെയ്യാവൂ. ഇത് ഞാൻ ചെയ്യും എല്ലാ വർഷവും. അത് മാത്രമല്ല, വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും മുടി ഇങ്ങനെ വളർന്നാണ്ടുണ്ടോ നരച്ച് കൊരുത്തിങ്ങനെ വരും. അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ പേനായിട്ട് കണ്ട് ഇതിനകത്ത് അപ്പിയിരിക്കും. ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്യാതിരുന്ന് ഭയങ്കര പേനായിരുന്നു. അപ്പം വർഷത്തിൽ പ്രസവിക്കുന്ന പശുക്കൾക്കെല്ലാം ചെയ്യും. അതുകൊണ്ട് ഈ